ഏതെല്ലാം തരം ചികിത്സാ രീതികളാണ് സർ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു രോഗി ക്യാൻസർ രോഗി നമ്മുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ നമ്മൾ നല്ല നിരീക്ഷണത്തിൽ വെച്ചിട്ട് അയാളുടെ ഹിസ്റ്ററി മുഴുവൻ ആദ്യം മനസ്സിലാക്കും. ഹിസ്റ്ററി മീൻസ് 10-15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പൊക്കെയുള്ള ഹിസ്റ്ററി ഉണ്ട്. ഇതെല്ലാം അൺഅറ്റൻഡഡ് ആയിരിക്കും. ഇതേപ്പറ്റി ആരും ആരോഗ്യപരമായിട്ടൊന്നും ചിന്തിച്ച് കാണുകയില്ല. പിന്നെ ആ ഹിസ്റ്ററി ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ രോഗിക്ക് ചികിത്സ നിശ്ചയിക്കുക ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പല പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ ഈ നസ്യം, വിരേചനം, പിന്നെ ശിരോധാര, ഇങ്ങനെയുള്ള പല അഭ്യംഗം, കടിവസ്തി, പലതരം വസ്തികളുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഈസ് ഓക്കെ. തേർഡ് സ്റ്റേജ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫോർത്ത് സ്റ്റേജിൽ ഒട്ടും പറ്റില്ല. അപ്പം പഞ്ചകർമ്മ ചികിത്സ ഫോർത്ത് സ്റ്റേജ് പേഷ്യൻസിന് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദം. അവർക്ക് ചെയ്യാം എപ്പോഴാണ് നമ്മൾ ചികിത്സിച്ച് അവരെ പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് നോർമലാക്കിയിട്ട് പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ചെയ്യാം. പിന്നെ ഈ പലതരം വേറെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ബ്ലഡ് ലെറ്റിങ് എന്ന് വെച്ചാൽ അത് അട്ടയ വെച്ചിട്ടുള്ള ജളൂകം ഇല്ല സാറേ, ജലൂകം വെച്ചിട്ടുള്ള രക്തമോഷണം അതൊക്കെ ചെയ്യാം. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് ആയുർവേദത്തിൽ ആയിട്ടുണ്ട്. ഏത് ചികിത്സയ്ക്കും ക്യാൻസർ സംബന്ധമായിട്ടുള്ളത് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ക്യാൻസറിന് ആയുർവേദ പ്രൊസീജിയേഴ്സ് ഈസ് ദ ബെസ്റ്റ്. എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് ഇല്ല ഇതിന്, അതാണ്. പിന്നെ നല്ല ഇഫക്റ്റീവ് കൂടിയാണ്.